നമ്മുടെ യേശു വീണ്ടും വരുമെന്നുള്ളതാണ്. Our Jesus shall come again. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. John's Gospel chapter 14 verse number 3. അതിന്റെ 3-ാം വാക്യം വായിച്ചാൽ. Let's read the third verse. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. നമ്മുടെ യേശു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു, വീണ്ടും വരാം. Here our Lord makes a promise, I'll come again. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. നമ്മുടെ ദുഃഖങ്ങൾ വേദനകൾ മറക്കുന്ന ഒരു മനോഹരമായ ദിനം വരുവാൻ പോകുന്നു. Thus a glorious day is fast approaching, which we are going to forget all our sorrows, agony and pain. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ യേശു വരുമെന്നുള്ളതാണ്. Our hope is that our Jesus shall come again. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. യേശു ഉയർത്തെഴുന്നേറ്റത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി. On seeing that Jesus was resurrected, the disciples were gladdened over it. 40 നാൾ ജീവിച്ചിരിക്കുന്നുവെന്ന് അവൻ തെളിയിച്ചുകൊണ്ടേയിരുന്നു. He proved that he remained alive for a span of 40 days. 40-ാമത്തെ ദിനത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ On the 40th day, as the Lord engaged in conversation with the disciples, പെട്ടെന്ന് യേശു ഉയർന്നു പൊങ്ങുന്നത് അവർ കണ്ടു. they noticed Lord Jesus Christ rising up. ദുഃഖത്തോടെ യേശുവിനെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. With a sorrow, they were gazing at the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ദുഃഖത്തോടെ ആയിരിക്കുമ്പോൾ ഒരു മേഘം വന്ന് യേശുവിനെ അവരിൽ നിന്നും മറച്ചു. As they were sorrow stricken, a cloud came and they covered Jesus. ശിഷ്യന്മാർ വേദനയോടെ നോക്കി നിൽക്കുമ്പോൾ With the pain, as the disciples were gazing at the sky, 2 വെള്ളവസ്ത്രധാരികളായ പുരുഷന്മാർ അവിടേക്ക് ഇറങ്ങി വന്നു. 2 white-clad young men came there. ഇവർക്ക് ഒരാശ്വാസത്തിന്റെ സന്ദേശം നൽകി. They communicated a message of comfort to them. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? Ye men of Galilee, why are you gazing upon heaven? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. The very Jesus who ascended to heaven, the fashion in which you have seen him, he shall come again. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to a scripture tonight, നമ്മുടെ യേശു അതേ മരിച്ച് അടക്കപ്പെടുന്നതിന് മുമ്പ് our Lord Jesus Christ, before his burial, തന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. he mentioned about his own death. തന്റെ അടക്കത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. He spoke about his burial. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. He referred to his own resurrection. തന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. He mentioned about his second coming. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. യേശു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. As the Lord God stated, so is it taking place today. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to Luke's Gospel, chapter 21, verse number 7. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, The disciples asked the Lord, യേശുവേ, അങ്ങ് വരുന്നതിന്റെ ലക്ഷണം എന്താണ്? Oh Jesus, what are the signs of thy soon coming? ലോകാവസാനത്തിന്റെ ലക്ഷണം എന്താണ്? What about the signs of the end of the world? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. Note to thee are the words of Jesus. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 7-ാം വാക്യം. Luke's Gospel, chapter 21, the 7th verse. ഗുരു, അതെപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. അടുത്തത്, അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വരും. അവരെ അനുഗമിക്കരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. താഴോട്ടുള്ള വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ, As we go through the following passages, നമ്മുടെ യേശു വീണ്ടും വരുന്നതിന് മുമ്പായി നടക്കേണ്ടുന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായി നാം കാണും. in clear terms we come across events which ought to take place before the second advent of the Lord. ഇന്ന് അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. Today, with our own eyes, we have been witnessing all the signs of the same. അതേ, ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ യേശു വരും. The hope of the people of God is that our Jesus shall come again. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്തീയ ഭക്തന്മാർ എത്രയോ പേർ ഈ പ്രത്യാശ നിമിത്തം കഷ്ടങ്ങൾ സഹിച്ചു. Many Christian saints who subsisted on this planet of earth
survived, underwent sufferings because of the same purpose. ആരംഭകാലങ്ങളിൽ യേശുവിന് വേണ്ടി എത്രയെത്രയോ നിന്ദകൾ, കഷ്ടങ്ങൾ, ആക്ഷേപങ്ങൾ അവർ സഹിച്ചു. During the initial days, they underwent difficulties and reproaches, vilifications, despises and deridement. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിലും ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അവർ ഓടിക്കൂടുമായിരുന്നു. Even though there is no freedom to worship unto the Lord, they used to rush to the footstool of the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. യേശുവിന് വേണ്ടി തങ്ങളുടെ പ്രാണൻ കൂടെ അതേ കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. They were prepared to pour out even their soul for the sake of the Lord. യേശുവിന് വേണ്ടി തങ്ങളുടെ സ്വന്തം ബന്ധങ്ങൾ അതേ തങ്ങൾക്ക് നഷ്ടമായി പോയി. They were able to distance their own relationships for the sake of the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എങ്കിലും ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രത്യാശ അവരുടെ കണ്ണുനീർ തുടച്ചിരുന്നു. However, as they attend the service, the hope that came into them wiped off all the tears. ഒരിക്കൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു. In one context, Saint Paul said, ആരാധനയുടെ നടുവിൽ വിളിച്ചു പറഞ്ഞു, in the midst of the worship, he proclaimed, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. let me tell you a mystery. ഞാനൊരു രഹസ്യം പറയാം. I'll tell you an enigma. എല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. എന്താ രഹസ്യം? All inclined to listen to this mystery. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. താൻ പറയാൻ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. This okay marks the beginning. നാം എല്ലാവരും നിദ്ര കൊള്ളില്ല. We all shall not sleep. അന്ത്യ കാഹളനാദത്തിങ്കൽ At the final trump of the Lord, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ suddenly within a twinkling of an eye, നാം രൂപാന്തരപ്പെടും. we shall be transformed. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. The dead shall come back being alive. ആ ഉയർപ്പിന്റെ ദിനത്തിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന ശബ്ദം ഇതാണ്. On the day of the resurrection, this is a voice going to come out of the mouth. രൂപാന്തരത്തിന്റെ ദിനത്തിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഇതാണ്. On the day of transformation, this is a voice going to come out of the mouth. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? No death, where is the victory? മരണത്തിന്റെ വിഷമുള്ള പാപം. The victory of death is the sin. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. The power of sin is the law. യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Praise unto the Lord who commands victory through Lord Jesus Christ. ഈ വാക്കങ്ങോട്ട് കേൾക്കുമ്പോഴേ On hearing this statement, വിശുദ്ധന്മാർ ആനന്ദിച്ചിരുന്നു. saints gladdened. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. യേശുവിന്റെ വീണ്ടും വരവായിരുന്നു വിശുദ്ധന്മാരുടെ പ്രത്യാശ. The hope of the saints of God was the second coming of the Lord. 1 തെസ്സലോനിക്കർ 4:16 നാം വായിക്കുമ്പോൾ In 1 Thessalonians chapter 4 verse number 16, വിശുദ്ധ പൗലോസ് അവിടെ ആത്മാവിൽ പറയുന്നു, in the spirit, Saint Paul says there, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, the Lord come with a great shout, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, the shout of the archangel, ദൈവത്തിന്റെ കാഹളത്തോടെ with the trump of God, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. shall come down from heaven. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. The dead in Christ shall rise up first. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ എടുക്കപ്പെടും. Then those who remain alive shall be caught up together with him in the mid sky. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഇതായിരുന്നു ക്രിസ്തു ഭക്തന്മാരുടെ പ്രത്യാശ. This is the hope of the godly of Christ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Wherever child of God who is inclined to the word of God tonight, നമ്മുടെ യേശു വേഗം വരും. our Jesus shall come again. നമ്മുടെ യേശു വേഗം വരും. Jesus will come again. വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? This congregation, how many believe? ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? How many believe truly this is going to take place? അവർ മാത്രം തങ്ങളുടെ കരങ്ങൾ ഉയർത്തട്ടെ. Such alone, please lift up your hands. നമ്മുടെ യേശു വേഗം വരും. Our Jesus is going to come again. നമ്മുടെ യേശു വേഗം വരും. Jesus shall come soon. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. He shall wipe off tears from our eyes. അത് നമ്മുടെ ആനന്ദത്തിന്റെ ദിനമായിരിക്കും. That shall be the day of joy in our life. നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്നുപോകും. We'll forget all our sorrows. നാം നമ്മുടെ കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കും. We are going to remain with the Lord forever. ഹല്ലേലൂയ.